ഹലോ, എല്ലാവർക്കും നമസ്കാരം. നാളെ വിഷു അല്ലേ? വിഷു ആയാലും എനിക്ക് വിഷുവിൻ്റെ തലേന്ന് ഭയങ്കര ബിസിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മോൻ്റെ പിറന്നാൾ. അപ്പോൾ നിങ്ങൾ നാട്ടിൽ ഇങ്ങനത്തെ പിറന്നാൾ എടുക്കില്ല. നമ്മളെങ്ങനെ പിറന്നാളാക്കരുത് പറയാം. പിന്നെ ഇതുപോലത്തെ തളികയില്ലേ, ഇത് ഗിഫ്റ്റ് കിട്ടിയ തളിക്കാണ്. നമ്മളെ പുതിയ വീട്ടിൽ കൂടലിന് ഗിഫ്റ്റ് കിട്ടിയ തളിക. അതായത് ബീനിച്ചെന്നെ മൂത്ത തന്നെയാണ് കേട്ടോ. അപ്പോൾ അന്ന് മുതൽ എനിക്കിത് ഭയങ്കര ഉപയോഗമാണ് ഈ തളിക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒരു തളിക എടുക്കും, നല്ല പുളി ഉപ്പെല്ലോട്ട് തേച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് എന്നിട്ട് അരിയിടും. എന്നു പറഞ്ഞാൽ അക്ഷത അല്ലേ, അക്ഷത എന്ന് പറയും. ഇങ്ങനെ അരിയിട്ടും പിന്നെ മഞ്ഞളിടും, പിന്നെ കുങ്കുമം ഇടും കേട്ടോ. മഞ്ഞളിടെ കുറച്ച് വെള്ളം ഒഴിക്കും. എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി നെറ്റിയിൽ വെച്ച് കൊടുക്കുമ്പോൾ ഈ അരിയും നെറ്റിയിലാടി ഒട്ടിക്കും. മഹാരാഷ്ട്ര സ്റ്റൈലാണ് കേട്ടോ. മോൻ ജനിച്ചത് മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ നമ്മൾ അവിടെ തന്നെ താമസമായത് കാരണം കുറേ കാര്യങ്ങൾ നമ്മൾ അയൽവക്കത്തെ പ്രായമുള്ളവരെല്ലാം വന്നിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് വന്ന് പറഞ്ഞു തരുമ്പോൾ പിന്നെ നമ്മളത് ചെയ്യണമല്ലോ. പിന്നെ അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ്. എന്നിട്ട് ഇതുപോലെ മണ്ണിൻ്റെ വിളക്കിൽ എണ്ണ വെച്ചിട്ട് തിരിയൂടും കേട്ടോ. എന്നിട്ട് തിരി കത്തിക്കും. കത്തിച്ചിട്ട് എന്ത് ചെയ്യും, മോനിയുടെ നിർത്തിക്കും, കേക്ക് ഇട വെക്കും. എന്നിട്ട് വരുന്നവരെല്ലാം ഇങ്ങനെ ആരതി ഒഴിയും. അത് ഞാനിപ്പോൾ വീഡിയോ എടുത്ത് കാണിച്ചത്. ഇങ്ങനെ 3 ഓട്ടം ആരതി ഒഴിഞ്ഞ് പിന്നെ ചിലവരിങ്ങനെയെല്ലാം ആക്കും. എന്നിട്ട് ഈ ഹൽദി ആദ്യം വെച്ച് കൊടുക്കും, എന്നിട്ട് ഇട വെക്കുക, കുങ്കുമം വെച്ച് കൊടുക്കും. എന്നിട്ട് ഈ അരി അതിൻ്റെ മേലെ ഒട്ടിക്കും. നമ്മൾ പിന്നെ അരി ഇരിക്കലെല്ലാം ഉണ്ട് നമ്മുടെ നാട്ടിലെ പോലെ. എന്നിട്ട് നമ്മളങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇതിലൊരു ചോക്ലേറ്റ് വെക്കും. എന്നിട്ട് മധുരവും അരി ഇരിച്ചവർ മധുരവും കൊടുക്കും. അങ്ങനെ നല്ല സിസ്റ്റം അല്ലേ? അപ്പോൾ അതറിയാത്തവർക്കൊന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നമുക്ക് നാട്ടിൽ ആർക്ക് വേണമെങ്കിൽ ചെയ്യാൻ നല്ലൊരു കാര്യമാണ്. നമ്മൾ വെറുതെ ഒരു കേക്ക് എടുത്തിട്ട് ഊതി കട്ട് ചെയ്യുന്നതിനേക്കാളും ഇതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതില്ലേ ശരിക്കും വിഷുവിൻ്റെ തലേന്ന് എടുത്ത വീഡിയോ ആണ്. പക്ഷേങ്കിൽ അന്നേരം ആ തിരക്കിന് ഞാനത് ഇടാനേ വിട്ടുപോയി. അതുകൊണ്ട് പിന്നെ നമ്മളെ ഒരു കുഞ്ഞ് പിറന്നാളാഘോഷം ഇങ്ങനെയാണെന്നെല്ലാം പിന്നെ എല്ലാവർക്കും അറിയണമല്ലോ. ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്. ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നവരുണ്ടാവും കേട്ടോ. അതറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നമ്മളെ നാട്ടിലങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇത് കുട്ടികൾക്കെല്ലാം എപ്പോഴും ഓർമ്മിക്കാനൊരു നല്ല സന്തോഷം തോന്നുന്ന ഒരു കാര്യമല്ലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ പഠിക്കാനെല്ലാം ഇടങ്ങുമ്പോൾ ജോലിക്കോ അന്നേരം നമുക്ക് ഇവരെ അടുത്ത് കിട്ടൂല, ഇങ്ങനെയൊന്നും ആഘോഷിക്കാനൊന്നും പറ്റില്ല. പിന്നെ അവർ നമ്മളെല്ലാം കാലം കഴിഞ്ഞിട്ടാകുമ്പോൾ ആയാലും ഇവരെ മക്കൾക്കെല്ലാം പറഞ്ഞു കൊടുക്കുമായിരിക്കും, അമ്മമ്മ ഇങ്ങനെയാണ് ചെയ്യലേ പിറന്നാൾ വന്നാൽ എന്നല്ലോ. അങ്ങനെയെല്ലാം ഞാൻ ഓർമ്മിക്കുക. അപ്പോൾ ചെറിയ കൊച്ചായിരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ തുടർന്ന് വരുന്നതെന്ന് മാത്രം കേട്ടോ. പിന്നെ ഞാൻ തുടക്കത്തിൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടില്ലേ, നമ്മളിങ്ങനെ ഒഴിഞ്ഞിട്ട് സ്വീറ്റ്സ് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ മാതാപിതാ ഗുരു ദൈവം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ തന്നെ ആദ്യം ചെയ്യുന്നത് കേട്ടോ. ഞാൻ തന്നെ ആദ്യം ഒഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ശ്രീനാട്ടനും വന്ന് ചെയ്യും, അരി ഇരിക്കുമെല്ലാം ചെയ്യും. പിന്നെ ശ്രേയക്കുട്ടീനോട് പറഞ്ഞപ്പോൾ അവൾ പറയുന്നത് വേണ്ട ഞാൻ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു അങ്ങനെയല്ലേ പഠിക്കല, അരി ഇരിക്കാനെല്ലാം പഠിക്കണം. ചില ആൾക്കാർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് എത്ര പ്രായമായാലും എത്ര വയസ്സായാലും കൃത്യമായിട്ട് അരി ഇരിക്കാനൊന്നും അറിയാണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങളിൽ വീട്ടിലുണ്ടാകുമ്പോൾ കുട്ടികളും അതെല്ലാം പഠിക്കും. പിന്നെ നമ്മൾ പിറ്റേന്ന് വിഷു ആയതുകൊണ്ടാണ് ആൾക്കാരെയൊന്നും വിളിച്ചിട്ട് വീട്ടിൽ അങ്ങനെ ആഘോഷിക്കലേ ഇല്ല. ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അടുത്ത വീടുകളിലെല്ലാം കുഞ്ഞു കുട്ടികളൊക്കെ വിളിച്ചിട്ട് ആഘോഷിക്കുമായിരുന്നു. പിന്നെ കുറച്ച് വലിയ സമയത്ത് ഇവർ നമുക്ക് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കേണ്ടത്. നമ്മളങ്ങനെ ഹോട്ടൽ ഭക്ഷണം വളരെ കുറവ് കഴിക്കുന്നവരാണ്. അന്നേരം നമ്മളെന്ത് ചെയ്യും, വീട്ടിൽ നിന്നൊന്ന് കേക്ക് കട്ടിട്ട് അങ്ങനെ പോകും. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമെല്ലാം അവിടെ പോയിട്ട് തന്നെ കട്ട് ചെയ്ത്, ഹോട്ടലിൽ പോയിട്ട് തന്നെ കട്ട് ചെയ്യുക. അത് അവൻ ഇടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഇട്ടിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും വെറുതെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഇടാം അങ്ങനെ. അപ്പോൾ ശ്രേയക്കുട്ടി ഞാൻ ശരിക്കും ഓഡിയോ പറഞ്ഞുകൊണ്ടാണ് ചെയ്തിട്ടുണ്ടായത് കേട്ടോ. അത് പക്ഷേ പിന്നെ ഞാനത് ഇതാക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ ഓരോന്ന് ചെയ്ത് പിന്നെ വയ്യ വരാൻ നോക്കുമ്പോൾ ചേട്ടൻ പറഞ്ഞു അരി ഇരിക്കാണ്ട് പറ്റൂല, എന്തോന്നല്ല അരി ഇരിക്കണം, ഒന്നോട്ടാടുന്ന് കൈ കൊണ്ട് പറഞ്ഞു കൊടുക്കുമെന്ന്. ഇങ്ങനെയാണെന്ന്. അപ്പോൾ നല്ല വൃത്തിയിൽ അരി ഇരിക്കുന്നുണ്ട്. ഞാൻ അടിപൊളി സൂപ്പർന്ന് ഞാനിടുന്ന് പറയുന്നുണ്ടായി. അവൾ പറയുമ്പം
ഓക്കെ ഹാപ്പി ബർത്ത്ഡേ